ചുട്ടുപൊള്ളുന്ന അഗ്നീന മഞ്ഞുതുള്ളിയാക്കുന്ന തെയ്യക്കോലമാണ് തീച്ചാമുണ്ടി. തീച്ചാമുണ്ടിനെ വിഷ്ണുമൂർത്തി എന്നും പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ ഒറ്റക്കോലം എന്നറിയപ്പെടുന്നു. ഈ കാണുന്ന മരക്കഷ്ണങ്ങളെല്ലാം കൂനകളാക്കിയിട്ടാണ് മേലേരി ഉണ്ടാക്കുക. പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന ഒറ്റക്കോലാണ്. ഇനി ഇവിടെ 16 കൊല്ലത്തിന് ശേഷമേ ഇവിടെ ഒരു ഒറ്റക്കോലം ഉണ്ടാവും. ചില മനുഷ്യന്മാരാണ് ദൈവകരുക്കളായിട്ട് മാറുന്നത്. അങ്ങനെ കണ്ണെന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ് ഈ ഒറ്റക്കോലം. നീലേശ്വരം കുറവോട്ട് തറവാടിലെ പണിക്കാരനായിരുന്നു കണ്ണൻ. കണ്ണന് മാങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കണ്ണൻ മാങ്ങ പറിക്കാൻ വേണ്ടി മരത്തിന്റെ മുകളിൽ കയറുന്നു. അങ്ങനെ മാങ്ങ കഴിച്ച സമയത്ത് ആ മാങ്ങാണ്ടി താഴേക്ക് വീഴുന്നു. മാവിൻ ചുവട്ടിലെ കൂടി തമ്പ്രാട്ടി നടന്നു വരുന്നത് കണ്ണൻ കണ്ടില്ല. അത് തമ്പ്രാട്ടിയുടെ ദേഹത്തുണ്ട്. അങ്ങനെ തമ്പ്രാട്ടി ഒച്ചയുണ്ടാക്കി. അങ്ങനെ കുറുവാട്ട് ഉറുപ്പ് വന്നു. അങ്ങനെ കുറുവാട്ട് ഉറുപ്പ് വന്നിട്ട് കണ്ണനെ വലിച്ചഴിച്ച് ചവിട്ടി അരച്ചു നാട് കടത്തി. കണ്ണൻ അങ്ങനെ മംഗലാപുരം ദേശത്തേക്ക് പോവുകയും അവിടെ ഒരു അമ്മ കണ്ണനെ പരിപാലിക്കുകയും ചെയ്തു. അവിടുത്തെ നരസിംഹമൂർത്തിനെ ആരാധിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവൻ ആരാധിക്കുക. നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം അവൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. മാമ്പഴം, നാട്. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അമ്മേനോട് അനുവാദം ചോദിക്കുന്നു. അമ്മ പറഞ്ഞു പോയിക്കോന്ന്. അങ്ങനെ കയ്യിലൊരു ചുരുകിയും ഓലക്കൊടയും കൊടുത്തു വിടുന്നു. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ കദളിക്കുളത്തിൽ കുളിക്കുന്ന സമയത്ത് ഇത് കുറുവാട്ടൂർ പറഞ്ഞു. കുറുവാട്ടൂർപ്പും ആൾക്കാരും വന്ന് കണ്ണനെ വെട്ടിക്കൊലപ്പെടുത്തി. അമ്മ കൊടുത്ത ഓലക്കുടയും ചുരുകിയും ചവിട്ടി ഉടച്ചു. അടുത്ത കന്നുകാലികളെല്ലാം തീ തൂപ്പാൻ തുടങ്ങി. ഉടഞ്ഞ ചുരുകിയും ഓലക്കുടയും നേരെ തമ്പ്രാട്ടിക്ക് ഭ്രാന്ത് പിടിച്ചു. കണ്ണൻ ദൈവകോലമായിട്ട് മാറിയിരിക്കുന്നു.